ഹായ്, എല്ലാവർക്കും നമ്മുടെ ഹിന്ദു ടോക്സിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ പ്രോസ് ആൻഡ് ഡ്രാമയത്തെ സെക്കൻഡ് ചാപ്റ്റർ ശവയാത്ര അതാണ് എടുക്കാൻ പോകുന്നത്. ശവയാത്ര ഓം പ്രകാശ് വാൽമീകിയാണ് എഴുതിയിരിക്കുന്നത്. ഇതിന് മുഖ്യ കഥാപാത്രങ്ങൾ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇതിന് മുഖ്യ കഥാപാത്രം സൂരജാണ്. സൂരജിൻ്റെ 2 മക്കളുണ്ട്, ഒന്ന് കല്ലൻ, ഒന്ന് സന്തു. കല്ലൻ്റെ ഭാര്യേൻ്റെ പേരാണ് സരോജ്. കല്ലൻ്റെയും സരോജിൻ്റെയും മകളാണ് സലൂനി. സന്തോ വന്നിട്ട് സൂരജിൻ്റെ മകളും കല്ലൻ്റെ പെങ്ങളുമാണ്. അതൊരു വിധവാ ബേട്ടിയാണ്, അത് വിഡോവാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഓം പ്രകാശ് വാൽമീകിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഓം പ്രകാശ് വാൽമീകി का जन्म 30 जून 1940 को ग्राम बंगाल ജില്ല മുസാഫർനഗർ ഉത്തർപ്രദേശ് മേ ഹുവ. അയാൾ ജനിച്ചത് 30 ജൂൺ 1940 ബർല ജില്ല മുസാഫർനഗർ ഉത്തർപ്രദേശിലാണ് അയാൾ ജനിച്ചത്. ആപ്കാ ബച്പൻ സാമാജിക് ഏവം ആർത്തിക് കഠിനായിയോ മേ ബീത. അയാളുടെ ചെറുപ്പകാലം പറയുന്നത് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് അയാൾ ചെലവഴിച്ചത്. ആപ്നെ MA തക് ശിക്ഷ ലി. അയാൾ MA വരെ പഠിച്ചിട്ടുണ്ട്. पढ़ाई के दौरान उन्हें अनेक आर्थिक, सामाजिक और मानसिक कष्ट व उत्पीड़न झेलने पड़े. അയാൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഒരുപാട് മാനസികമായിട്ടും ഒരുപാട് അയാൾ ബുദ്ധിമുട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. വാൽമീകി ജി ജബ് കുछ समय तक महाराष्ट्र में रहे तो वहीं दलित लेखकों के संपर्क में आए. അയാൾ കുറച്ചു കാലം മഹാരാഷ്ട്രയിൽ പോയി ഇരുന്നപ്പോഴാണ് ദലിത് ലേഖകൻ്റെ ആ സമ്പർക്കിൽ അയാൾ പെട്ടുപോയത്. ഉनकी प्रेरणा से डॉक्टर ഭീംറാവ് അംബേദ്കർ की रचना का अध्ययन किया. അവരുടെ ആ ദലിത് ലേഖകൻ്റെ സപ്പോർട്ടോടു കൂടി തന്നെയാണ് അയാൾ ഭീംറാവ് അംബേദ്കറിൻ്റെ രചനയെ എഴുതാനൊക്കെ തുടങ്ങിയത്. इससे आपकी रचना दृष्टि में बुनियादी പരിവർത്തനായ. അതുകൊണ്ട് തന്നെ അയാൾക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. हिंदी में दलित साहित्य के विकास में ओम प्रकाश वाल्मीकि की महत्वपूर्ण भूमिका है. അയാളുടെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയ റോളുണ്ട്. എന്തിൽ ദലിത് സാഹിത്യങ്ങളിലൊക്കെ എഴുതിയതിൽ ഒരുപാട് വലിയ റോളും അയാൾക്ക് വലിയൊരു സ്ഥാനവുമാണ് ആർക്ക്, ഓം പ്രകാശ് വാൽമീകി ജിക്ക്. अपने अपने लेखक में जातीय अपमान और उत्पीड़न का ജീവന്ത് വർണ്ണൻ കിയ ഹെ. അയാൾ ഈ ദലിതുകളിനെയും ജാതികളിനെയും അവർ ബുദ്ധിമുട്ടി വേദനിച്ച് ആ അനുഭവത്തെയൊക്കെ അയാൾ ഒരുപാട് വർണ്ണനം ചെയ്തിട്ട് തന്നെയാണ് അയാളുടെ സാഹിത്യത്തിൽ രചനയിലൊക്കെ അയാൾ എഴുതിയിരിക്കുന്നത്. ആപ്കാ മാനന है कि दलित ही दलित की पीड़ा को बेहतर ढंग से समझ सकता है. അയാൾ വിശ്വസിക്കുന്നത് ഒരു ദലിത് തന്നെയാണ്, ഒരു താഴ്ന്ന ജാതി തന്നെയാണ്, അവൻ്റെ ബുദ്ധിമുട്ടുകളും മറ്റുള്ള ജാതിൻ്റെ ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കില്ലോ. അതിനിപ്പോൾ താഴ്ന്ന ജാതി എന്നല്ല, എന്താണെങ്കിലും ഒരാളുടെ ബുദ്ധിമുട്ട് അറിയണമെങ്കിൽ അത് അവർ ആ ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ ബുദ്ധിമുട്ട് മനസ്സിലാവില്ലോ എന്നാണ് അയാൾ പറയണത്. അപ്പോൾ അപ്നി ആത്മകഥ, അയാളുടെ ആത്മകഥ जूटन के कारण आपको हिंदी साहित्य में पहचान और प्रतिष्ठा मिली. ജൂട്ടൻ കെ കാരണം, ആ സാഹിത്യത്തിലാണ് അയാൾക്ക് വലിയൊരു മാറ്റം തന്നെ അയാൾക്ക് വന്നതും അയാൾക്ക് വലിയ സ്ഥാനം കിട്ടിയതും. അയാൾക്ക് 1993 ഡോക്ടർ അംബേദ്കറിൻ്റെ പുരസ്കാരമടക്കം കിട്ടിയിട്ടുണ്ട്. പിന്നെ അയാൾ മരിച്ചത് വന്നിട്ട് 17 നവംബർ 2013 ദെഹ്റാദൂനിൽ വെച്ചിട്ടാണ് അയാൾ മരിച്ചത്. അയാളുടെ പ്രമുഖ രചനകൾ കുറച്ച് നമുക്ക് നോക്കി വയ്ക്കാം. സദിയോ കാ സന്താപ്, ബസ് ബഹുത് ഹോ ചുകാ, अब और नहीं, शब्द झूठ नहीं बोलते, चयनित कविताएं, सलाम, घुसपैठिए, अम्मा एंड अदर സ്റ്റോറേജ് ഛത്രി, ജൂട്ടൻ, ദലിത് സാഹിത്യ കാ സൗന്ദര്യശാസ്ത്ര, അങ്ങനെ കുറേ ഉണ്ട്. നിങ്ങൾ 2-3 ഒന്ന് നോക്കി വെക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത സാരാംശം എന്താണെന്ന് നോക്കാം. ദലിത് നേത ജഹാं दलितों के उद्धार की तमाम बातें करते हैं, वहीं सामाजिक स्तर पर गाँवों में रहना
भेद है. ദലിത് തന്നെയാണ് ദലിതിനെ ഏറ്റവും ഒരുപാട് താന്നു കീഴെ കൊണ്ടുപോകണമെന്നാണ് പറയുന്നത്. അതുപോലെ എന്താ വെച്ചാൽ അവർ തന്നെയാണ് അവരിനെ ഒന്നും കൂടി മോശപ്പെടുത്തണമെന്നാണ് പറയണത്. कि दलित ही दलित की विरोध और शोषण करता है. ദലിത് തന്നെയാണ് ദലിതിനെ വിട്ടുകൊടുത്ത് കാണിക്കുന്നത്, അവർ ഏറ്റവും താഴ്ന്ന തന്നെയാണെന്ന് കാണിക്കുന്നത് ദലിത് തന്നെയാണ്. ദലിത് മേ ചമാർ ജാട്ടവ് और ബൽഹാർ നിമൻ ജാതിയ ഹെ. ദലിതിൽ തന്നെ താഴ്ന്ന ജാതിയിൽ തന്നെ മൂന്ന് ജാതിയാണ് ഏറ്റവും ഒരുപാട് താഴ്ന്നത്. ഒന്ന് ചമാർ, ജാട്ടവ് और ബൽഹാർ നിമൻ ജാതിയ, ഈ ജാതികൾ തന്നെ. ഇൻമേ ബൽഹാർ സബ്സെ നിമൻ ഹെ. ഇതിൽ ഏറ്റവും ഒരുപാട് താഴ്ന്ന ജാതി ഏതാണെന്ന് ചോദിച്ചാൽ ബൽഹാറാണ്. और ചമാർ ബി ഉनको छूना പസന്ദ് नहीं करते. അതുകൊണ്ട് ചമാർ പോലും അവരിനെ തൊടാൻ പോലും ഇഷ്ടപ്പെടുന്നില്ല. ചമാർ പറഞ്ഞാൽ ചെരുപ്പ് തുന്നണം അവർ പോലും ബൽഹാർമാരിനെ തൊടാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് പറയുന്നത്. ऐसे ही एक बल्हार सूरज की कहानी है. ഒരു ബൽഹാർ സൂരജ് ഒരു ബൽഹാറാണ്, അവൻ്റെ സ്റ്റോറി തന്നെയാണ് ഈ ശവയാത്ര പറയുന്നത്. ദലിത് ചമാരോं के गांव में ബൽഹാരോं का एक परिवार था. ചമാറിൻ്റെ ആ ഒരു നാട്ടിൽ ചമാറാണ് കൂടുതലിരുന്നത്. അതിൽ ഒരു വീട് ബൽഹാറിൻ്റെ ആയിരുന്നു, അതാണ് സൂരജ്. ജോ ദലിത് ത, അത് ദലിതിലും ഏറ്റവും ഒരുപാട് ദലിതായിരുന്നു. ചമാरों और ബൽഹാरों के बीच एक सीमा की तरह जोहड़ था. ചമാറും ബൽഹാറിൻ്റെ ഇടയിലും ഒരു ചെറിയൊരു പോണ്ട് പോലെ ഉണ്ടായിരുന്നു. बरसात के दिनों में जब जोहड़ पानी से भर जाता था तब बल्हारों का संपर्क चमारों के गांव से एकदम कट जाता था. ആ പോണ്ട് ഫുള്ളായി കഴിഞ്ഞാൽ ചമാർമാരും ബൽഹാർമാർക്കും ഒരു കോണ്ടാക്റ്റ് ഇല്ലാത്ത പോലെയാവും. കാരണം ആ പോണ്ട് എന്ന് പറഞ്ഞാൽ ചമാർമാർക്ക് ബൽഹാറിൻ്റെ അവിടേക്കും ബൽഹാർമാർക്ക് ചമാറിൻ്റെ അവിടേക്കും വരാൻ കഴിയില്ലായിരുന്നു. यानी ബൽഹാരോं के गांव तक जाने का कोई रास्ता नहीं था. അത് പറഞ്ഞാൽ ബൽഹാറിൻ്റെ അവിടെ അപ്പുറത്തേക്ക് പോകാനുള്ള ഒരു വഴിയും ആ പോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു വഴിയും ഇല്ല അങ്ങോട്ട് പോകാൻ. ബൽഹാർ കെ പരിവാർ മേ സിർഫ് 2 ജൻ ഹി രഹ ഗയേ തെ. ബൽഹാറിൻ്റെ പരിവാറിൽ 2 പേര് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. സൂരജ് ജിസ്കി ഉമ്ര ഢൽ ചുക്കി थी. അയാൾ ഒരുപാട് വയസ്സായി, ഢൽ പറഞ്ഞാൽ ഒരുപാട് വയസ്സായി. और उनकी विधवा बेटी संतो. പിന്നെ അയാളുടെ വിധവ ബേട്ടി, അതൊരു വിധവായ അയാളുടെ മകളും ഉണ്ടായിരുന്നു. घर बाहर के तमाम जिम्मेदारियाँ संतो ने संभाल रखी थी. വീട്ടിലത്തെയും വെളിയിലത്തെയും എല്ലാ ജോലികളും സന്തു ആയിരുന്നു നോക്കി നടത്തുന്നത്. സൂരജ് കാഫി കംസോർ തെ. അയാൾ ഒരുപാട് ക്ഷീണിച്ച് ഒരുപാട് വയ്യാണ്ടിരിക്കുന്ന ഒരാൾ പോലെ, വയ്യ പറഞ്ഞാൽ ഒരു മെലിഞ്ഞൊട്ടി ഒരു ബലമില്ലാത്ത ഒരാളിനെ പോലെയാണ്. ഫിർ ഭി ഗാँव के छोटे छोटे काम വ കർ ഹി ദേത്തെ തെ. എന്നാൽ പോലും അയാൾ ചെറിയ ചെറിയ ജോലികളൊക്കെ എടുക്കുമായിരുന്നു. സൂരജ് കാ എക് ബേട്ടാ താ. സൂരജിന് ഒരു മകനുണ്ടായിരുന്നു. ജിസ്കാ നാം ഹെ കല്ലു. അതിൻ്റെ മകൻ്റെ പേര് കല്ലു ആണ്. കല്ലു ജോ ചോട്ടേ ഉമർ മേ ഘർ ചോഡ്കർ ഭാഗ് ഗയ. കല്ലു ചെറുതായിരിക്കുമ്പോൾ തന്നെ വീട് വിട്ട് പോയിരുന്നു. कुछ साल इधर उधर भटकने के बाद उसे रेलवे में काम मिला. കുറച്ച് കാലം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തെണ്ടിത്തിരിഞ്ഞ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് അയാൾക്ക് റെയിൽവേയിൽ ജോലി കിട്ടി കല്ലൂന്. ഫിർ വഹ് പടേ ലിക്കർ വഹി ഫിറ്റർ ബൻ ഗയ. അയാൾ പിന്നെ നല്ല പഠിക്കുകയൊക്കെ ചെയ്തു, ജോലി കിട്ടിയിട്ട് തന്നെ അയാൾ പഠിക്കുകയൊക്കെ ചെയ്തിട്ട് അവിടെ തന്നെ ഫിറ്റായിരുന്നു, അവിടെ തന്നെ സെറ്റായി എന്ന് പറയുന്നത്. ആ വഹ് കല്ലു സെ കല്ലൻ ബൻ ഗയാത്ത. ഇപ്പോൾ അയാൾ കല്ലു അല്ല കല്ലൻ, അയാളുടെ പേര് മാറ്റി കല്ലു എന്ന് മാറ്റിയിട്ട് കല്ലൻ ആയി. संतों की शादी की सारी खर्च കല്ലൻ ने ही उठाया. സന്തോൻ്റെ എല്ലാ കല്യാണ ചെലവ് കല്ലൻ തന്നെയാണ് നോക്കിയത്. बाद में കല്ലൻ एक पढ़ी लिखी लड़की से शादी करके वहाँ रहने लगा. അത് കഴിഞ്ഞിട്ട് അയാൾ നല്ലൊരു പഠിച്ച പെൺകുട്ടിനെ നോക്കിയിട്ട് കല്യാണം കഴിച്ച് അവിടെ തന്നെ സെറ്റിലുമായി. കബി കബി ഹി വഹ് ഗാँव आता था. എപ്പോഴെങ്കിലും അയാൾ നാട്ടിൽ വരുമായിരുന്നു. तब चमार लोग उसे अजीब नज़रों से देखते थे. അപ്പോൾ ചമാർ പറഞ്ഞ ആൾക്കാർ ഇവനെ വേറൊരു കണ്ണും കൊണ്ടാണ് കണ്ടിരുന്നത്. ചമാർ ലോക്കോ ഉസ്കാ കല്ലു സെ കല്ലൻ ഹോന സ്വീകാർ നഹീ താ. ചമാർ ആ ആൾക്കാർക്ക് കല്ലനായത് ഇഷ്ടപ്പെട്ടിട്ടില്ല, അവർ സ്വീകരിച്ചിട്ടില്ല. ഗാँव वाले उसे കല്ലു ബൽഹാർ ഹി കെഹക്കർ ബുലാത്തെ തെ. അവിടുത്തെ ആൾക്കാർ, ആ നാട്ടുകാർ
കല്ലു ബൽഹാർ പറഞ്ഞിട്ട് തന്നെയാണ് അവർ വിളിക്കുക അവനെ. ഇസ്ലിയെ കല്ലൻ കോബി ഗാവ് ആന പസന്ത്. അതുകൊണ്ട് തന്നെയാണ് കല്ലന് നാട്ടിൽ വരുന്നത് ഒട്ടും ഇഷ്ടമല്ല. ഇസ് ബാർ വ ഗാവ് ആയാ തോ പിതാജി നെ ഉസെ അപ്നെ സാത്ത് ദില്ലി ആക്കർ രഹനെ കാ അനുരോധ് കിയ. ഈ പ്രാവശ്യം അവൻ നാട്ടിൽ വന്നപ്പോൾ അവൻ്റെ അച്ഛനോട് പറഞ്ഞു, നിങ്ങളും എൻ്റെ കൂടെ ഡൽഹിക്ക് വന്ന് എൻ്റെ കൂടെ താമസിക്കുകയെന്ന് പറഞ്ഞ് ഒരുപാട് റിക്വസ്റ്റ് ചെയ്തു. ലേക്കിൻ പുർക്കോं के ज़मीन छोड़कर दिल्ली जाने के लिए सूरज तैयार नहीं था. പക്ഷേ അവർ പാരമ്പര്യമായിട്ടുള്ള ആ മണ്ണ് വിട്ടിട്ട് അയാൾക്ക് പോകാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല സൂരജിന്. വഹ് ഘർ കാ പുനർനിർമാൺ ചാഹതാ താ. അയാൾ വീട് രണ്ടാമത് പണിയാനാണ് ആഗ്രഹിച്ചത്. पर कल्लन घर का पुनर्निर्माण नहीं चाहता था. पर कल्लन घर का पुनर्निर्माण करना नहीं चाहता था. പക്ഷേ കല്ലന് ആ വീട് പുതുക്കി പണിയാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല, ഇഷ്ടം ഉണ്ടായിരുന്നില്ല. ക്യൂങ്കി പിതാജി കെ മരനെ കെ ബാദ് വ ഗാവ് നഹി ആയേഗ. കല്ലൻ വിചാരിച്ചിട്ടുണ്ട് നേരത്തെ, എന്തായാലും അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ നാട്ടിലേക്ക് തിരിച്ചു വരില്ല എന്ന്. और संतों को तो वह अपने साथ दिल्ली ले चलेगा. അത് അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ എന്തായാലും അവൻ നാട്ടിലേക്ക് തിരിച്ചു വരില്ല. പിന്നെ സന്തോനെ അവൻ്റെ കൂടെ തന്നെ കൊണ്ടുപോയി ഡൽഹിയിൽ താമസിപ്പിക്കും. യഹ് ബാത് ഉസ്നെ സാഫ് സാഫ് സൂരജ് സെ കഹാ തോ വഹ് ഭടക് ഗയ. ആ കാര്യം സൂരജിനോട് കല്ലൻ പറഞ്ഞു, നേരിട്ട് തന്നെ പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ സൂരജിന് ഒരുപാട് ദേഷ്യം വന്നു. सूरज के जिद के कारण कल्लन ने गांव में पिता के लिए मकान बनवाने का निर्णय लिया. സൂരജ് ഒരുപാട് ആർഗ്യുമെൻറ്റ് ചെയ്തപ്പോൾ കല്ലൻ ലാസ്റ്റ് അത് സമ്മതിച്ചു കൊടുത്തു. നാട്ടിലൊരു വീട് വയ്ക്കാൻ തന്നെ അവൻ തീരുമാനിച്ചു. ഇസ്കെ ലിയെ പരിവാർ സഹിത് ഗാവ് ആയ. അതിനുവേണ്ടി മാത്രമാണ് കല്ലൻ ഫുൾ അവൻ്റെ കുടുംബം അടക്കം നാട്ടിലേക്ക് വന്നത്. മക്കാൻ ബൻവാനെ കെ പ്രബന്ധ് കർനെ കെ ലിയെ ഉൻഹോനെ സൂരജ് സെ കഹ. വീടുണ്ടാക്കാനുള്ള തയ്യാറെടുപ്പെടുക്കാൻ അവൻ അച്ഛനോട് പറഞ്ഞു, സൂരജിനോട് പറഞ്ഞു. യഹ് സുൻകർ സൂരജ് കോ ബഹുത് ഖുഷ് ഹുआ. ഇത് കേട്ടിട്ട് സൂരജ് ഒരുപാട് സന്തോഷിച്ചു. और वह मकान बनवाने के लिए ठेकेदार से मिलने गया. അത് കേട്ടിട്ട് ഒരുപാട് സന്തോഷപ്പെട്ടിട്ട് അവൻ സൂരജ് വന്നിട്ട് ठेकेदाറിൻ്റെ അടുത്ത് പോയി. ഉസേ പരം ദരിദ്ര സൂരജ് കോ ഭായ നഹി. ഇത് കേട്ടിട്ട് ആ ठेकेदाറിന് ഇഷ്ടപ്പെട്ടില്ല. इसलिए फिर बात करेंगे കേക്കർ ടാൽ ദിയ. പിന്നെ സംസാരിക്കുക ഇതിനെക്കുറിച്ച് പറഞ്ഞ് അയാൾ കൂട്ടം മാറ്റി. സൂരജ് ഗാവ് കെ പുരാന കാരിഗർ സാബിർ മിസ്ത്രി സെ മിൽനെ ഗയ. അയാൾ സൂരജ് വന്നിട്ട് പഴയ ഒരു ആളാണ്, കാരിഗറാണ്, മിസ്ത്രിയാണ് അയാൾ. മിസ്ത്രീൻ്റെ അടുത്ത് പോയിട്ട് അയാളുടെ അടുത്ത് കൺവിൻസ് ചെയ്യാൻ വേണ്ടി പോയി. അപ്പോൾ സൂരജ് ഗാവ് കെ പുരാനെ കാരിഗർ സാബിർ മിസ്ത്രി സെ മിൽനെ ഗയ. അയാളെ കാണാൻ പോയിട്ട് സാബിറിനെ അഗ്ലേ ദിൻ ആനെ കാ വാദാ കിയ. അപ്പോൾ സാബിർ പറഞ്ഞു, നാളെ ഞാൻ എന്തായാലും അടുത്ത ദിവസം വരാമെന്നുള്ള പ്രോമിസ് കൊടുത്തിരുന്നു. जब सूरज मिस्त्री से मिलकर वापस आया तो मकान बनवाने के लिए ईट आ चुकी थी. അയാൾ സാബിൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് സൂരജ് തിരിച്ചു വന്നപ്പോൾ തന്നെ അവിടെ വീടുണ്ടാക്കാനുള്ള കല്ലുകളൊക്കെ അവിടെ എത്തിയിരുന്നു. ഗാവ് കെ ലോഗോ കോ യഹ് ദേഖർ ഈർഷ്യ ഹുയി. ഇത് കണ്ടിട്ട് നാട്ടുകാർക്കൊക്കെ ഭയങ്കര അസൂയ തോന്നി. കീർത്തൻ സഭ മുഖ്യ രാംജിലാൽ ഗ്രാം മുഖ്യ കെ പാസ് ജാക്കർ അനുമതി മാങ്ങനെ കോ കഹ. അപ്പോൾ എല്ലാവരും പറഞ്ഞു, നീ ആദ്യം പോയിട്ട് രാംജിലാലിൻ്റെ അടുത്ത് പെർമിഷൻ ചോദിക്കുക, എന്നിട്ടേ എനിക്ക് വീട് കെട്ടാൻ പറ്റില്ലോ എന്ന് നാട്ടുകാരൊക്കെ അസൂയ കൊണ്ട് പറഞ്ഞു. യേ ബാത് ഗ്രാം മുഖ്യ ബൽറാം സിംഗ് കെ കാനോ തക് പहुंचे. ഇത് വന്നിട്ട് മുഖ്യയായ ബൽറാം സിംഗിൻ്റെ ചെവിയിൽ എത്തി. पहुंच गया कि सूरज बलहार पक्का मकान बनवा रहा है. സൂരജ് നല്ലൊരു വീട്, നല്ലൊരു ടെറസ് വീട്, ഉറപ്പുള്ള വീടാണ് ഉണ്ടാക്കാൻ പോണത്. ബാത്ത് फैलते फैलते इतनी फैल गई कि मकान नहीं गांव की छाती पर हवेली बनेगी. ഇത് ആൾക്കാർ പറയുന്നത് കേട്ടപ്പോൾ അവർക്ക് അസൂയ കൊണ്ടാണ് പറയുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ പറയണത് വെച്ചാൽ
വീട് വന്നിട്ട് ഫേലത്തെ പറഞ്ഞ് സ്പ്രെഡായി ഇത് കൂട്ടുക എങ്ങനെയായി വെച്ചാൽ ഒരാളുടെ നെഞ്ഞത്ത് കയറി നമ്മൾ ഒരു വലിയൊരു കോട്ട വയ്ക്കും പോലുള്ള സംസാരമൊക്കെ വരാൻ തുടങ്ങി. ग्राम के मुख्य सूरज को बुलाकर घर बनाने से इनकार करता है. അവിടുത്തെ മുഖ്യ വന്നിട്ട് വിളിച്ചിട്ട് സൂരജിൻ്റെ അടുത്ത് പറയും, എനിക്ക് ഈ നാട്ടിൽ വീട് വയ്ക്കാൻ പറ്റില്ല. और यह भी कहता है कि वह ज़मीन गांव की मुख्य के बाप दादो की है. ആ സ്ഥലം വന്നിട്ട് ബാപ്പ് ദാദോ പറഞ്ഞാൽ നിൻ്റെ അച്ഛൻ്റെ അച്ഛനില്ല, അവൻ്റെ പരമ്പരയായിട്ട് സ്വത്താണ്. ഉൻകി ബാത് നാ മാനേങ്കെ തോ ഗാവ് സെ ബാഹർ കർ ദേങ്കെ. അവൻ്റെ വാക്കുകൾ കേട്ടില്ലെങ്കിൽ ഞങ്ങൾ നിന്നെ പിടിച്ച് ഈ നാട്ടിൽ നിന്നേ പുറത്താക്കും. വയസ്സാവിൻ്റെ വാക്ക് കേട്ടില്ലെങ്കിൽ ഞങ്ങൾ നിന്നെ ഈ നാട്ടിൽ നിന്നേ പുറത്താക്കും. കി ധംകി ബി ദേത്താ ഹെ. അവനെ സൂരജ്ക്ക് വാർണിംഗ് കൊടുക്കുകയാണ്. സൂരജ് ഘർ ആക്കർ മൻ യാ നിശ്ചയ കർ ലേത്താ ഹെ कि चाहे कुछ भी हो जाए घर बनाकर ही रहूँगा. സൂരജ് ഉറപ്പിച്ചിട്ടാണ് വരുന്നത്, എന്ത് തന്നെ ആയാലും ശരി ഞാൻ വീടുണ്ടാക്കിയിട്ടേ ഇരിക്കില്ലോ എന്ന് അയാൾ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. അത് कल्लन ने सूरज को समझाने की कोशिश की लेकिन वह मानने को तैयार नहीं था. കല്ലൻ ഒരുപാട് മനസ്സിലാക്കാൻ നോക്കി സൂരജിനെ. പക്ഷെ സൂരജ് എന്ത് തന്നെയായാലും വാശി കയറിയിരിക്കുകയായിരുന്നു. കല്ലൻ്റെ ഒരു വാക്കും കേൾക്കാൻ റെഡിയല്ല. കല്ലൻ അജീബ് സി ദുവിധ മേ ഫസ് ഗയ. കല്ലൻ വന്നിട്ട് പെട്ടുപോയിരുന്നു. കല്ലൻ ഭാവവേഷ് മേ ഘർ ബനാനെ കെ ലിയെ ആയാ താ. കല്ലൻ എന്തായാലും ഒന്ന് ആഗ്രഹം കൊണ്ട് അച്ഛൻ്റെ ആഗ്രഹം പൂർത്തിയാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വീട് കെട്ടാൻ വന്നത്. ലേക്കിൻ അവ നിരാശ. ഇപ്പോൾ അയാൾ സാഡാണ്. ഇസി ബീച്ച് കല്ലൻ കി ബിറ്റിയ സലോനി കോ ബുക്കാർ ഹോ ഗയ. ഇതിൻ്റെ ഇടയിൽ കല്ലൻ്റെ മകൾക്ക് പനി വന്നു. ബുക്കാർ ഹോ ഗയ, നല്ല പനിയായിരുന്നു. ഗാവ് മേ ഏക് ഡോക്ടർ താ. നാട്ടിൽ ഒരു ഡോക്ടറെ ഉണ്ടായിരുന്നല്ലോ. ലേക്കിൻ വ സലോനി കോ ദേഖ്നെ മനാ കർ ദിയ. അയാൾ പക്ഷേ സലോനിനെ ഞാൻ നോക്കില്ല എന്ന് തീർത്ത് പറഞ്ഞു, ഞാൻ നോക്കില്ല. കല്ലൻ ബൽഹാർ താ ഇസ്ലിയെ. കല്ലൻ വന്നിട്ട് ഒരു ബൽഹാറായിരുന്നു, താന്ന ജാതിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഡോക്ടർ കല്ലൻ്റെ മകളിൽ ഞാൻ ചികിത്സിക്കില്ല എന്ന് പറഞ്ഞു. ബിറ്റിയ കാ ബുക്കാർ ബഡ്താ ഗയ. ആ കുട്ടിക്ക് പനി കൂടിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ഉസെ ഷെഹർ കെ ഡോക്ടർ കെ പാസ് ലേ ജാനെ കാ നിശ്ചയ കിയ. ആ കുട്ടീനെ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോകാനുള്ള ലാസ്റ്റ് തീരുമാനമെടുത്തു. സിറ്റിയിൽ കൊണ്ടുപോകാനുള്ള തീരുമാനമെടുത്തു. കല്ലൻ और उसकी पत्नी सरोज. കല്ലനും അയാളുടെ വൈഫും സരോജ് दोनों സലോനി को लेकर शहर जाने के लिए निकले. രണ്ടുപേരും ആ കുട്ടിനെയും കൊണ്ട് പോകാൻ വേണ്ടി റെഡിയായി. गांव से 8-10 किलोमीटर दूर पर था शहर. നാട്ടിൽ നിന്ന് 8-10 കിലോമീറ്റർ ദൂരമായിരുന്നു ഷെഹർ വന്ന സിറ്റി. इसलिए जाने के लिए कल्लन ने गांव के संपन्न ചമാറോ കി ബേൽഗാഡി മാങ്ങി തീ. അപ്പോൾ അത് കുട്ടിനെയും കൊണ്ട് പോകാൻ ഒരുപാട് ദൂരമല്ല, അതുകൊണ്ട് പനിയായതുകൊണ്ട് അയാൾ ചമാറിൻ്റെ ഒരു ബേൽഗാഡി, അതായത് കാളവണ്ടി പോയി കേട്ടു. ലേക്കിൻ കല്ലൻ ബൽഹാർ ഹോനെ സെ കിസി നെ ഭി ഗാഡി നഹി ദി. കല്ലൻ വന്നിട്ട് ബൽഹാർ ആയതുകൊണ്ട് ആരും വണ്ടി കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. കല്ലൻ നെ സലോനി കോ പീഠ് മേ ലാദ് കർ ചലനെ ലഗ. കല്ലൻ ആ കുട്ടിനെ തോളിലത്ത് ഇട്ടുകൊണ്ട് തന്നെ നടക്കാൻ തുടങ്ങി. ഷഹർ കെ കരീബ് ആത്തെ ഹി ബിറ്റിയ മർ ഗയി. സിറ്റീൻ്റെ അടുത്ത് എത്താനാവുമ്പോഴേക്കും തന്നെ കുട്ടി മരിച്ചു പോയിരുന്നു. ബേസഹാര കല്ലൻ और പത്നി സടക് കെ കിനാരെ ശവ് ലിറ്റാ ദിയ. കുട്ടി മരിച്ചപ്പോൾ ആ മരിച്ച കുട്ടിനെയും കൊണ്ട് കല്ലനും കല്ലൻ്റെ ഭാര്യയും വന്നിട്ട് സടക്ക് കിനാരെ, അത് പറഞ്ഞാൽ റോട്ടിൻ്റെ അരികിൽ തന്നെ ആ കുട്ടിനെയും കടത്തിയിട്ട് അവിടെ ഇരുന്നു. ദേർ തക് ബേട്നെ സെ കോയി നഹി ആയ. കുറേ നേരം ഇരുന്ന് നോക്കി, പക്ഷെ ആരും വന്നില്ല. ഏക് ആയാ തോ വഹ് മുഹ് ഫേർക്കർ ചലാ ഗയ. ഒരാളിനെ കണ്ടപ്പോൾ അയാൾ മുഖം തിരിച്ചുപോയി. ക്യൂക്കി വഹ് ആദ്മി ചമാർ താ. ആ മനുഷ്യൻ എന്തിനാ തിരിച്ചു പോയത് വെച്ചാൽ ആ മനുഷ്യൻ ചമാറായതുകൊണ്ടാണ് അയാൾ തിരിഞ്ഞു നോക്കാണ്ട് പോയത്. ദോനോ ശവ്കോ കന്ദേ മേ റക്കർ ഗാവ് കി ഓർ ലോട്ടെ. രണ്ടാളും ആ ശവത്തിനെ തോളത്ത് ഇട്ടുകൊണ്ട് തന്നെ തിരിച്ചു വന്നു, ആ ഗാവിലേക്ക് തിരിച്ചു വന്നു, നാട്ടിലേക്ക്. ശവദഹ് മേ കോയി മദത് കർനെ കോ തയ്യാർ നഹി താ. അതിനെ അടക്കാൻ പോലും ഒരാളും റെഡിയായില്ല. ഗാവ് മേ ശംശാൻ മേ
दफनाने से इनकार हो गया तो दूर के शमशान में दफനാന പട. ആ നാട്ടിൽ തന്നെ ആരും അടക്കാൻ തയ്യാറായില്ല, റെഡിയായില്ല. അതുകൊണ്ട് ഗാവുന്ന്, ആ നാട്ടിൽ നിന്ന് ഒരുപാട് ദൂരത്താണ് ആ കുട്ടിൻ്റെ ശവത്തിനെ അടക്കിയത്. तो ये चारों शव अपने लेकर चलते हैं. तो अब उन्हीं की तरह दलित चमार हंसी ഉടുത്തി है. അപ്പോൾ ഈ കുട്ടിനെയും ശവത്തിനെയും കൊണ്ട് പോകുമ്പോൾ എല്ലാ ചമാർമാരും നോക്കിയിട്ട് കളിയാക്കുകയായിരുന്നു. സൂരജ് कहता है गाँव अब रहने लायक नहीं. അപ്പോൾ സൂരജ് പറയാണ്, ഈ നാട്ടിൽ ഇരിക്കാൻ നമുക്ക് പറ്റില്ല, പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ ഈ നാട്ടിൽ നമുക്ക് ഇരിക്കാൻ കഴിയില്ല. ओम प्रकाश वाल्मीकि मानते हैं कि दलित विमर्श तब तक समर्थ नहीं जब तक दलितों का आंतरिक भेदभाव नहीं मिट जाता. വാൽമീകി ജി പറയാണ്, ഇവർ തന്നെ ഇവരിനെ താന്ന് കാണിച്ചാൽ പിന്നെ ഇത് മാറണമെങ്കിൽ ഇവർ എല്ലാവരും കൂട്ടായ്മയായി ഇരുന്നാൽ മാത്രമേ ദലിതിനെ മനസ്സിലാക്കാൻ പറ്റില്ലോ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.